ആഗോള അയ്യപ്പ സംഗമം. ഇന്നലെ കുറേ വിവാദങ്ങൾ, ഒരുപാട് നാളത്തെ പ്ലാനിങ്, ഒരുപാട് നാളത്തെ ചർച്ച, ഒഴിഞ്ഞ കസേരകൾ, ID കാർഡ് ഇട്ട സർക്കാർ ജീവനക്കാർ, ആഹാരം കഴിക്കാൻ മാത്രം വന്ന ആളുകൾ, പിന്നെ എന്താ പറയുക, സിൽവർ കാർഡ്, ഗോൾഡ് കാർഡ്, പിന്നെ അങ്ങനെ പലവിധ പ്ലാറ്റിനം കാർഡ് തുടങ്ങിയവ ഫ്രണ്ടിൽ, റിസർവേഷൻ കസേരകൾ, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ അയ്യപ്പ സംഗമവുമായി കത്തി നിൽക്കുകയാണ്. സത്യത്തിൽ പിണറായി വിജയനെ ഒന്നും ഇന്നലെ മൈൻഡ് ചെയ്യാൻ ആർക്ക് സമയമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് നമ്മുടെ സന്ദീപ് ആനന്ദഗിരി, ആർത്തവമുള്ള സ്ത്രീകൾക്ക് വരെ ശബരിമലയിൽ കയറാമെന്ന് പറഞ്ഞ സന്ദീപ് ആനന്ദഗിരി ശിവസ്വാമിയെ വിളിച്ചിട്ട് പോലുമില്ല. എന്ന് വെച്ചാൽ സർക്കാരിന് വേണ്ടി പറഞ്ഞ് നാക്കിലെ വെള്ളം വെറ്റി അങ്ങനെ ഇപ്പൊ ഹിമാലയത്തിൽ പോയി പിന്നെ തപസ്സിരിക്കുക എന്നാണ് തോന്നുന്നത്, അതറിയില്ല. എന്തായാലും അങ്ങേരെ വിളിച്ചിട്ടില്ല ഈ സംഗമത്തിന്. പിന്നെ അങ്ങേരെ ഒഴിവാക്കി, ആക്ടിവിസ്റ്റുകളെ മുഴുവൻ ഒഴിവാക്കി, മൊത്തം ശരണമേ അല്ല സ്വാമിയേ ശരണമയ്യപ്പ ഈ മന്ത്രങ്ങൾ മാത്രമായിരുന്നു പിണറായിയുടെ വായിൽ മുഴങ്ങിക്കേട്ടത് മുഴുവൻ. അപ്പൊ പിണറായി വിചാരിച്ചു ലോകം മുഴുവൻ എന്നെ ശ്രദ്ധിക്കും, ലോകത്ത് മുഴുവനുള്ള അയ്യപ്പ ഭക്തർ മുഴുവൻ എൻ്റെ നേർക്കായിരിക്കും അവരുടെ കണ്ണുകൾ, എല്ലാ ജനശ്രദ്ധയും എന്നിലേക്ക് മാത്രം കൊണ്ടുവരണം. കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അയ്യപ്പനെ എന്താ പറയുക, ഒരുപാട് തവണ അയ്യപ്പനെ അധിക്ഷേപിച്ചവർ ഇന്ന് അയ്യപ്പന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അത് രാഷ്ട്രീയ ലാക്കോടെ നിന്ന് മുട്ടുകുത്തി പാപങ്ങളെല്ലാം തീർക്കണേ എന്ന് പറഞ്ഞ് അയ്യപ്പന്റെ കാല് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ പിണറായിയെ കടത്തി വെട്ടി അവിടെ മറ്റൊരാൾ ഈ അയ്യപ്പ സംഗമം തൂക്കി. നിങ്ങളൊക്കെ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അദ്ദേഹം വൈറലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതേപ്പറ്റി ചോദിക്കരുത്. ഇവിടെ അയ്യപ്പ സംഘമാണ്, അയ്യപ്പനെ പറ്റി മാത്രം. അയ്യപ്പൻ എന്ന് ജനിച്ചു, അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞുതരാം. ആ പാർട്ടി വീഡിയോ കണ്ടല്ലോ, വേറെ ആരുമല്ല, നമ്മുടെ ഭീമൻ രഘുചേട്ടൻ ഇന്നലെ തകർത്ത് വാരി എന്ന് തന്നെ പറയണം. സത്യം പറഞ്ഞ ഒരു അടുക്കള രഹസ്യമാണ്. മുഖ്യൻ കട്ടക്കരിപ്പില്ലെന്നാണ് പറയുന്നത്. ഭീമൻ രഘുവിനെ ഇനി വഴിക്ക് എവിടെയെങ്കിലും, ക്ലിഫ് ഹൗസിന്റെ വഴിക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ മുഖ്യൻ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്ക് കണ്ടാൽ കയ്യും കാലും പിടിച്ചൊടിക്കും, ഇന്നോവയൊക്കെ വരുമെന്നാണ് കേൾക്കുന്നത്. സത്യം നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഭീമ അണ്ണ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. കാരണം ആഗോള അയ്യപ്പ സംഗമം തൂക്കാനിരുന്നത് മുഖ്യനാണ്, നിങ്ങൾ തൂക്കിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അതായത് ന്യൂസ് 18 നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, ഇപ്പൊ വീഡിയോ എല്ലായിടും പ്രചരിക്കുന്നുണ്ട്, എങ്കിലും പറയാം. ന്യൂസ് 18 രഞ്ജിത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടർ, അദ്ദേഹം കുറെ കാലം ന്യൂസ് 18 ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കുറെ കാലം കൊണ്ട് അദ്ദേഹത്തെ അതിൽ കാണുന്നുണ്ട്. മികച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ്, നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വാർത്താ അവതരണമൊക്കെ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. നന്നായിട്ട് അദ്ദേഹം വാർത്ത അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകരല്ലേ, എന്തെങ്കിലും ചൂഴ്ന്നെടുക്കാൻ കിട്ടിയാൽ അവസരം അവർ കളയില്ല, സ്വാഭാവികമാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം, എന്തെങ്കിലും കിട്ടിയാൽ അത് നമുക്കൊരു എക്സ്ക്ലൂസീവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ പോയെന്ന് ചൊറിഞ്ഞു. ഈ സർക്കാർ ഈ ആഗോള സംഗമമൊക്കെ നടത്തുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ധാരണയുണ്ട്, ഞങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് വരാറായല്ലോ. ഇദ്ദേഹം ചോദിച്ചതിന്റെ ഒരു രീതി ഇങ്ങനെയാണ്, തെരഞ്ഞെടുപ്പൊക്കെ വരാറായല്ലോ, പിണറായിയുടെ ഈ നാടകമൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ, ഹിന്ദുക്കളെ കൂടെ നിർത്താനായിട്ട് അയ്യപ്പനെ കൂട്ടുപിടിക്കുന്ന നാടകമില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കാൻ വന്നത്. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ നല്ല ഭാഷയെ ചോദിച്ചു. അപ്പോഴാണ് ഭീമൻ അണ്ണൻ പറയുന്നത്, നിങ്ങൾക്ക് അയ്യപ്പൻ ജനിച്ചത് എവിടെയെന്ന് അറിയാമോ, അയ്യപ്പൻ വളർന്നത് എങ്ങനെയെന്ന് അറിയാമോ, അയ്യപ്പൻ എവിടെ നിന്ന് വന്നു എന്നറിയാമോ, ഇത് പാർട്ടി പരിപാടിയേ അല്ല. പാർട്ടിയെ കുറിച്ചല്ല ഇവിടെ ചോദിക്കേണ്ടത്, ഇവിടെ അയ്യപ്പനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. അയ്യപ്പൻ ഞങ്ങളുടെ ആസ്ഥാന ആശാനാണ്, അയ്യപ്പനെ CPM എടുത്തു എന്ന് പറയാത്തത് മഹാഭാഗ്യം. നാളെ മുതൽ അയ്യപ്പനെ ഇനി എന്താ പറയുക, അരിവാൾ ചുറ്റിക കൊണ്ട് പൊതിയോന്നറിയില്ല, ഇപ്പോ CPMകാരുടെ ദൈവമാണ് അയ്യപ്പൻ. പിന്നെ എന്താ പറയുക, ഈ സമസ്ത മതസ്ഥർക്കും ശബരിമലയിൽ പോകാം, അതുകൊണ്ട് എല്ലാവരുടെയും ദൈവമാണ് അയ്യപ്പൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ ഭീമൻ രഘു പറയുകയാണ്, അയ്യപ്പൻ ജനിച്ചത് എവിടെയാണ്, അയ്യപ്പൻ വളർന്നത് എവിടെയാണ്, അയ്യപ്പനെ വളർത്തിയത് ആരാണ്, പിന്നെ അയ്യപ്പൻ പിന്നെ ഇവിടെ അയ്യപ്പന് പിന്നെ എന്താ പാർട്ടിയും ഇതൊന്നുമില്ല, ഞങ്ങൾ അയ്യപ്പ സംഗമത്തിന് വന്നതാണ്, നിനക്ക് അയ്യപ്പൻ ജനിച്ചത് എന്താ പേരെന്താ, രഞ്ജിത്ത് ന്യൂസ് 18കാർക്ക് ഇതൊക്കെ അറിയാമോ? ആദ്യം നീ പറ, അയ്യപ്പൻ ജനിച്ചത് എവിടെയാണ്, അയ്യപ്പനെ എടുത്ത് വളർത്തിയത് ആരാണ്, ഇത് വല്ലതും അറിയാമോ? അറിഞ്ഞൂടെങ്കിൽ പോ എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ, ഇത് അറിഞ്ഞൂടെങ്കിൽ. അണ്ണൻ അങ്ങ് എന്താ പറയുക, സർക്കാരിനെ പറഞ്ഞപ്പോൾ അണ്ണൻ ആദ്യം BJPയിലായിരുന്നു, പിന്നീട് CPMലോട്ട് പോയി കുറെ ട്രോളൊക്കെ ഏറ്റുവാങ്ങി, കുറച്ചാൾ കാണാനില്ലായിരുന്നു. അപ്പൊ അണ്ണൻ വിചാരിച്ചെടുത്ത് തിരഞ്ഞെടുപ്പ് വരാറായി, ഈ ജനശ്രദ്ധ പിടിച്ചു പറ്റിയില്ലെങ്കിൽ
സീറ്റ് കിട്ടില്ല. അപ്പോ ഒന്ന് പൊഴുത്തി കളയാന്ന് കരുതി. പക്ഷേ പിണറായിക്ക് പിടിച്ചില്ല. പിണറായിക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല എന്നാണ് അറിയുന്നത്. അപ്പോ ഭീമൻ രഘുവണ്ണൻ ഇങ്ങനെ അയ്യപ്പന്റെ സ്തുതിപ്പാട്ടുകൾ, അയ്യപ്പന്റെ വാഴ്ത്തുപാട്ടുകൾ, അയ്യപ്പനെ ഇങ്ങനെ വാഴ്ത്തി 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 അവസാനം അയ്യപ്പൻ വിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നെ ഭീമൻ, നീ ഇനി എന്നെ വാഴ്ത്തണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കട്ടെ. ആ മലയുടെ മുകളിലല്ലേ ഞാൻ ഇരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. എൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരം, ഈ നാടകങ്ങളൊക്കെ കണ്ട് 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 ഞാൻ തന്നെ മടുത്തിരിക്കുകയാണ്. എനിക്ക് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ജാതിയിലോ മതത്തിലോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. എന്നെ കാണാൻ ആളുകൾ വരുന്നു, അവരുടെ ദുഃഖങ്ങൾ എന്നോട് പറയുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നു, അവർ പോകുന്നു. അതിന് എന്നെ കാണാൻ വരുന്നവർക്ക് ഗോൾഡ് പിന്നെ എന്താ പ്ലാറ്റിനം സീറ്റ്, ഗോൾഡ് സീറ്റ്, സിൽവർ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കാണിക്കുന്ന ഈ ആഡംബരവും നാടകം ഉണ്ടല്ലോ, ഇതൊക്കെ പാവപ്പെട്ട റോഡിൽ കിടക്കുന്ന, ജീവിക്കാൻ വഴിയില്ലാതെ കിടക്കുന്ന, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മുട്ടുന്ന, പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുക്കുന്നവർക്കൊക്കെ ഈ ആഹാരം കൊണ്ടുവന്ന് കൊടുക്ക്. വെറുതെ എത്രമാത്രം 3500 ആളുകൾക്ക് ഇരിക്കാവുന്ന സ്ഥലം പലതും ഒഴിഞ്ഞു കിടക്കുന്നു. എന്റെ സഹാക്കന്മാരെ ആളുകൾ നിറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ട്രോൾ ഇറക്കുന്നു. മാത്രമല്ല ഈ ഭീമേണ്ണന്റെ വാർത്ത എടുത്ത് സൈബർ സഹാക്കളങ്ങ് ആഘോഷിക്കുകയാണ്. അവസാനത്തെ ചോദ്യം ഉണ്ടല്ലോ, പൊന്ന് ചക്കരെ, ഭീമന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്, പൊന്ന് ചക്കരെ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു കളിയാക്കിയുള്ള ചോദ്യമാണ്. അങ്ങനെ സൈബർ സഹാക്കൾക്ക് ഇന്നലെ അയ്യപ്പനെ എന്താ പറയുക, അയ്യപ്പനെ വെച്ച് ഇവരങ്ങോട്ട് ജീവിക്കുകയായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച മുഴുവൻ അതാണ്. അയ്യപ്പനെ എനിക്ക് തോന്നുന്നു അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടാകും. അവിടെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം, ശബരിമലയിൽ ഉണ്ടോ എന്നുള്ളത്. കാരണം പിണറായി പമ്പയിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയ്യപ്പൻ മുങ്ങിയിട്ടുണ്ടാവും. അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും. എന്തിനാണ് ഈ നാടകം എന്നാണ് അറിയുന്നത്. അയ്യപ്പന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ അടിച്ച് അവർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് ആചാര ലംഘനം നടത്താൻ വരുന്നവരെ ആചാരം നടത്താൻ വരുന്നവരെ അത് ലംഘിക്കാൻ പ്രേരിപ്പിച്ച് പിന്നെ സാനിറ്ററി പാഡ് ഉൾപ്പെടെ ചെരുപ്പ് ഉൾപ്പെടെ ഇരുമടിക്കെട്ടിൽ വെച്ച് ശബരിമലയ്ക്ക് മുകളിൽ കയറ്റിവിട്ട സർക്കാരാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ കടന്നു വരൂ, ശബരിമലയിലേക്ക് നിങ്ങൾ കയറൂ, ഞങ്ങൾ നിങ്ങളെ കയറ്റിവിടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുവിൻ്റെ നെഞ്ച് വലിച്ചു കീറി. ഹിന്ദുവിൻ്റെ എന്ന് ഞാൻ പറയുന്നത് ശബരിമല ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തിയല്ല, അവിടെ ആചാര ലംഘനം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ചേർന്നത് ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ നെഞ്ച് വലിച്ചു കീറി ചോര കുടിച്ച ഒരു സർക്കാരാണ് ഇന്നലെ പമ്പയിൽ പോയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ലേശമുളുപ്പ് നിങ്ങൾക്കത് ഇല്ല എങ്കിലും ചോദിക്കുകയാണ്, ലേശമുളുപ്പ്. ഇതുപോലെ ഏതെങ്കിലും മോസ്കിൽ പോയിട്ട് പർദ്ദയിട്ട സ്ത്രീകൾ ഇനി പർദ്ദയിടാൻ, മുസ്ലിം സ്ത്രീകൾക്ക് ഇനി പർദ്ദയിടണ്ട, അങ്ങനെയുള്ള ഒരു ആചാരം വേണ്ട, നിങ്ങളുടെ ആ ആചാരത്തെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കോടതി അങ്ങനെ ഒരു വിധി പറയുന്നു. പെണ്ണുങ്ങളെ പർദ്ദ ഊരാൻ പിണറായി സർക്കാർ തയ്യാറാണോ? നടക്കില്ല. പിന്നെ ഊരി കഴിഞ്ഞാൽ കയ്യും കാലും ഉണ്ടോ എന്ന് അറിയില്ല. ഊരി കഴിയണ്ട, ഊരണേന് മുന്നേ നിങ്ങളെ കയ്യും കാലും കാണത്തില്ല. അവിടെ സഹാക്കന്മാരുടെ എല്ലാം കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകും. അതുകൊണ്ട് അയ്യപ്പനെ വെച്ചുള്ള ഈ നാടകം നിർത്ത്. അല്ലെങ്കിൽ അങ്ങേരെന്ന് കിട്ടുന്ന, അങ്ങേരാണെങ്കിൽ എന്താ കലിയുഗ വരദനാണ്. പണി 8ന്റെ അല്ല 18ന്റെ അല്ല 28ന്റെ അല്ല 58ന്റെ ആയിരിക്കും കിട്ടാൻ പോണത്. അതുകൊണ്ട് അങ്ങേരെ വിട്ടുപിടി. വേറെ എന്തെല്ലാം ഉടായ്പകളുണ്ട്, അതിലെന്തെങ്കിലും ചെന്ന് കയറിയാൽ പോരെ.